ശ്രീലങ്കൻ സ്വദേശിനിയെ സർക്കാർ മുൻകൈയെടുത്ത് ദർശനം നടത്തിച്ച സാഹചര്യത്തിൽ ശബരിമല വിഷയത്തിൽ ബിജെപി സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്ന സമരം ഉൾപ്പെടെയുള്ള എല്ലാ സമരങ്ങളും പകുതി വഴിയിൽ അവസാനിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ട്. ഏപ്രിലിൽ നടക്കുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും 2021 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സർക്കാരിന് മറുപടി നൽകാമെന്ന സമാധാനത്തിലാണ് വിശ്വാസ സമൂഹവും. അതുവരെ കാത്തിരിക്കുകയുള്ളൂ മാർഗമെന്ന് വിശ്വാസികളും പറയുന്നു. ജനുവരി 22-ന് സുപ്രീം കോടതി കേസ് പരിഗണിക്കുമ്പോൾ സമരം നിർത്താമെന്ന ബിജെപി തീരുമാനം ചിലപ്പോൾ നേരത്തെ മാറ്റാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബിജെപിയുടെ സമരത്തിന് മാധ്യമ സഹകരണം കുറഞ്ഞതോടെ അനുജന്റെ മരണം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം നടത്തുന്ന ശ്രീജിത്തിന്റെ ഗതി ബിജെപിക്കും വരുമെന്ന് സർക്കാരും കരുതുന്നു. NSSും സമരവഴിയിൽ നിന്നും പിന്മാറാനുള്ള ഒരുക്കത്തിലാണ്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിനെതിരെ സമരം ചെയ്തിട്ട് കാര്യം ഇല്ല എന്ന് G. സുകുമാരൻ നായരും തിരിച്ചറിഞ്ഞിരിക്കുന്നു. സമരമാർഗത്തിലൂടെ പിണറായിനെ നന്നാക്കാനാകില്ല എന്നാണ് NSSും കരുതുന്നത്. യുവതീ പ്രവേശനത്തെ നേരിടാൻ ശബരിമലയിലെ കൊപ്രാക്കളത്തിലും മറ്റും കരാർ ജോലിക്കായി എത്തിയ RSS പ്രവർത്തകരും മനസ്സുമെടുത്ത് മലയിറങ്ങി. ആര് വേണമെങ്കിലും സർക്കാർ മല കയറ്റട്ടെ എന്ന നിലപാടിലാണ് അവരും. G. സുകുമാരൻ നായരുടെ മാത്രം സ്വകാര്യ ദുഃഖമായി ശബരിമല യുവതീ പ്രവേശനം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കെതിരെ പ്രക്ഷോഭം നടത്താൻ BJPയും RSSും തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രസ്താവനയിൽ ഒതുങ്ങും എന്നാണ് വിലയിരുത്തൽ. ബേക്കറി ജംഗ്ഷനിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കോൺഗ്രസ് നേതാക്കളെ തട്ടിത്തെറിപ്പിച്ച അതേ അനുഭവം BJP നേതാക്കൾക്കും ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ഫലത്തിൽ അയ്യപ്പന് കാവൽ നിൽക്കുന്നവരൊക്കെ മനസ്സുമെടുത്തു. ഇനി അയ്യപ്പന് കാവലാളാകാൻ തങ്ങളില്ല എന്നാണ് എല്ലാവരുടെയും നിലപാട്. അടുത്ത ആഴ്ച കൂടുതൽ യുവതികളെ എത്തിക്കുമെന്ന് നവോത്ഥാന കൂട്ടായ്മ അറിയിച്ചിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ യുവതികളെ എത്തിക്കാനും ശ്രമം തുടങ്ങിയതായി അറിയുന്നു. സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും അറിവോടെയാണ് മലയിൽ യുവതികളെ പ്രവേശിപ്പിക്കുന്നതെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് BJPയുടെ രഹസ്യ പിന്മാറ്റം. മുഖ്യമന്ത്രിയോട് കളിച്ച് ജയിക്കില്ല എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. നിയമസഭയിൽ കോൺഗ്രസ് MLAമാർ നടത്തുന്ന സമരം പോലും പൊളിയുകയാണ്. സെക്രട്ടേറിയറ്റിൽ BJPക്കാർ നിരാഹാരം കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ സമരക്കാരെ മുഖ്യമന്ത്രി പ്രകോപിപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രകോപനങ്ങളിൽ വീണ് നാണം കെടാനാണ് സമരക്കാരുടെ വിധി. 2 സ്ത്രീകൾ ശബരിമലയിൽ കയറിയതിന് പിന്നാലെ ഒരു സ്ത്രീ കയറിയപ്പോൾ എന്തുകൊണ്ട് ഹർത്താൽ പ്രഖ്യാപിച്ചില്ലെന്നാണ് മുഖ്യമന്ത്രി ഇന്നലെ ചോദിച്ചത്. ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് BJP കേരളത്തിൽ കാണിക്കാൻ പോകുന്നത്. V. മുരളീധരൻ MPയുടെ പ്രസ്താവന ഇത്തരമൊരു നീക്കത്തിന്റെ തുടക്കമാണ്. ശ്രീധരൻപിള്ളയുടെ എതിർപക്ഷക്കാരനാണ് മുരളി. ശ്രീധരൻപിള്ളയ്ക്ക് NSS നൽകുന്ന പിന്തുണ മുരളീധരന് സഹിക്കുന്നില്ല. അതുകൊണ്ട് സർക്കാരിന്റെ നടപടികളെ അനുകൂലിച്ച് മുരളീധരൻ രംഗത്തെത്തിയിട്ടുണ്ട്. പിന്നീട് പ്രസ്താവനയിൽ നിന്ന് പിന്മാറിയെങ്കിലും ആദ്യം പറഞ്ഞതായിരുന്നു യഥാർത്ഥ സത്യം. ജന്മഭൂമിയും BJPയും തുടർന്നു വന്നിരുന്ന ശബരിമല നിലപാടിനെ തുറന്നു കാട്ടാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ യുവതീ പ്രവേശനത്തെ അനുകൂലിക്കുകയാണ് BJP ചെയ്തിട്ടുള്ളത്. സർക്കാരും CPMും നേതൃത്വം നൽകുന്ന സമൂഹ മാധ്യമങ്ങൾ ഇതിനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏതായാലും ശബരിമല വിഷയത്തിൽ നിന്നും കരകയറാനാണ് BJP ഇപ്പോൾ ശ്രമിക്കുന്നത്. വിശ്വാസികൾ കാത്തിരിക്കാനും തയ്യാറാണ്. കോൺഗ്രസ് ആകട്ടെ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഭഗീര പ്രയത്നത്തിലാണ്. BJPയുടെ പെട്ടിയിൽ വീഴാൻ സാധ്യതയുള്ള വോട്ടുകൾ കൂടി തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.